നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഉയർപ്പ് തിരുനാൾ നമുക്ക് ഏറെ സന്തോഷകരമായ ഒരനുഭവമാണ്. ഉയർപ്പ് തിരുനാളിന് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാൻ സാധിച്ചു. ഇനി ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നാളെ നമുക്ക് പെസഹ വ്യാഴം, പിന്നെ ദുഃഖവെള്ളി, പിന്നെ നമ്മൾ ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഈ വരുന്ന 3-4 ദിവസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാളിന് മുൻപ് ഉള്ള നമ്മുടെ ശുശ്രൂഷയാണിത്, അല്ലേ? ഇനി ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഒരു തിരുനാളുണ്ട്. ആ തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. അത് ഏപ്രിൽ 12-ാം തീയതിയാണ് ആ തിരുനാൾ. അത് സാഞ്ചഭവനെ സംബന്ധിച്ചിടത്തോളം ദൈവകരുണയുടെ തിരുനാൾ വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ്. എന്താ കാരണം? നമ്മുടെ ശുശ്രൂഷ ദൈവകരുണയുടെ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരുണയെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിലൂടെ അനേകം പേരുടെ മാനസാന്തരവും നിത്യരക്ഷയും ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് എല്ലാ ബുധനാഴ്ചയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. നാളെ നമുക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഒന്ന്, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. 2, പൗരോഹിത്യത്തിൻ്റെ. നമ്മുടെ വൈദികർക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് നാളെ. വൈദികരിലൂടെയാണ് ഇന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? വിശുദ്ധ കുർബാന, ഈശോയെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സമ്മാനം അത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആ മഹാദാനത്തിന്, ആ വലിയ അനുഗ്രഹത്തിന് നാളെ മുഴുവൻ നമ്മൾ എല്ലാ ദേവാലയങ്ങളിലും, എനിക്ക് തോന്നുന്നു ലോകം മുഴുവനുള്ള എല്ലാ ദേവാലയങ്ങളിലും ഒരുപോലെ ഒരേ സമയത്ത് ആരാധന നടക്കുന്ന ഒരേ ഒരു ദിവസം ഏതാ? അത് പെസഹ വ്യാഴാഴ്ചയാണ്. ആ പെസഹ വ്യാഴാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക. പലപ്പോഴും രാവിലത്തെ കുർബാനയെല്ലാം കഴിയുമ്പം നമ്മുടെ പെസഹ വ്യാഴാഴ്ചത്തെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്തിലാ ശ്രദ്ധ? അപ്പം പുഴുങ്ങല്, പിന്നെ എന്താണ്? അപ്പം പുഴുങ്ങലും പിന്നെ എന്താണുള്ളത്? പാല് കാച്ചൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ തിരക്കിട്ടങ്ങ് ഓടും, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. അരമണിക്കൂർ പോലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നമ്മൾ ഈ അപ്പം പുഴുങ്ങുന്നതും പാല് കാച്ചുന്നതെല്ലാം എന്തോർത്തിട്ടാ? ഈ വിശുദ്ധ കുർബാന എന്ന വലിയ സംഭവത്തെ ഓർത്തിട്ടാ. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് അവരെ കാനാൻ ദേശത്തേക്ക് നയിച്ച ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ ഓർത്തിട്ടാ ഇന്ന് ഈ പുതിയ നിയമ ജനതയ്ക്ക് ഈശോ തന്നെ പെസഹ കുഞ്ഞാടായി മാറിക്കൊണ്ട് നമ്മളെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവൻ അവകാശികളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്നും അങ്ങനെ മനസ്സിലാകുന്നില്ലാത്തത് കൊണ്ടാകാം നമ്മൾ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടമാണ്. അപ്പം ചുടണം, അപ്പം പുഴുങ്ങണം, പാല് കാച്ചണം. അതുകൊണ്ട് കുറേ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയിൽ ഇരുന്നിട്ടേ എഴുന്നേറ്റ് പോകാവുള്ളൂ. കാരണം നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മാത്യൂച്ചന് കുറേ നാളുകളായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വചനം തരുന്നുണ്ട്, ഇല്ലേ? അതിനു മുൻപ് ഞാനൊരു 10 ക്ലാസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ നമ്മൾ കൂടുതൽ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മളിൽ നിന്ന് ഈശോ കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാന നമുക്കൊരു വിസ്മയമാണ്, അല്ലേ? ചെറുപ്പം മുതലേ ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ഈശോ ആ അപ്പം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുകയാണ് ഈ അപ്പത്തിൽ ഈശോ ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് അതൊരു വിസ്മയമാണ്. ഈശോ അക്രൈസ്തവരായ സഹോദരങ്ങളോട് നമ്മൾ പറയുകയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കതൊരു വിസ്മയമാണ്.
ഇനി പ്രായമായ നമുക്ക് പോലും ചിലപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് നമ്മൾ ചിലപ്പോൾ വിസ്മയിക്കാറുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന നമുക്കൊരു വിസ്മയമാണ്, വിശുദ്ധ കുർബാന നമുക്കൊരു അതിശയമാണ്. എങ്ങനെ ഈശോയ്ക്ക് ഇങ്ങനെ ആയി തീരാനായിട്ട് പറ്റും? ഈശോയ്ക്ക് എങ്ങനെ ഇങ്ങനെ കുരിശിൽ മരിച്ചിട്ട് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് വന്ന് വസിക്കാനായിട്ട് പറ്റും? അത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്കൊരു വിസ്മയമാണ്, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന നമുക്കൊരു അതിശയമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന വിസ്മയവുമല്ല അതിശയവുമല്ല, ചിലരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന ഒരു സംശയമാണ്. അവരുടെ ഉള്ളിൽ വിശുദ്ധ കുർബാന സംശയമാണ്. ഇത് വെറുതെ പറയുന്നതാ, ഈശോ ഉണ്ടോ ഇതിനകത്ത് എന്നുള്ള ഒരു സംശയമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വലിയ വിശ്വാസമാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തിയും ഈ വിശുദ്ധ കുർബാനയിലാണ് എന്നുള്ള ബോധ്യത്തോടെ വിശ്വാസം മുഴുവനും അർപ്പിച്ചിരിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ്. വലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ കുർബാന ഒരനുഭവമാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസമുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. വിശുദ്ധ കുർബാന എനിക്കൊരു വിസ്മയമാണ്. വിശുദ്ധ കുർബാന എനിക്കൊരു അതിശയമാണ്. വിശുദ്ധ കുർബാന എനിക്കൊരു വിശ്വാസമാണ്. വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമാണ്. സംശയമില്ലല്ലോ ആർക്കും, അവിടെ ഞാനത് പറയാതിരുന്നത്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് സംശയമില്ലാത്തത് കൊണ്ടാണ് സിസ്റ്റർ അത് പറയാതിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇപ്രകാരം പറയുകയാണ്: ഭക്ഷണം ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തോട് ഒന്നായിത്തീരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, വലത്തേർ ഉയർത്തി പറഞ്ഞേ. ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞേ, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ട് നമ്മൾ ഈശോയിലാണ്, ഈശോ നമ്മളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:35 നമ്മളിങ്ങനെ വായിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈശോയാകുന്ന ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കുന്നവർക്ക് എന്തില്ലെന്നാ പറയുന്നത്? വിശപ്പില്ല, ദാഹമില്ല. വിശപ്പും ദാഹവും എല്ലാം ശമിപ്പിക്കുന്ന, മനുഷ്യൻ്റെ എല്ലാ വിശപ്പും എല്ലാ ദാഹവും ശമിപ്പിക്കുന്ന അപ്പമാണ്, ഭക്ഷണമാണ് എന്ത്? വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എല്ലാ വിശപ്പും ഈശോ തന്നെ ശമിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4:13-14 നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഈശോ തരുന്ന ഈ അപ്പം നമ്മളെ എവിടെ എത്തിക്കുന്നു എന്നാ പറയുന്നത്? നിത്യജീവനിലേക്കാണ് എത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നത് വഴി, ഈശോയുടെ രക്തം പാനം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ, വിശുദ്ധ കുർബാന ഒരു അത്ഭുതമാണെന്ന് പറയുന്നത് പോലെ, വിശുദ്ധ കുർബാന ഒരു വിസ്മയമാണെന്ന് പറയുന്നത് പോലെ, അതൊരു അതിശയമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ലഭിക്കുന്ന നിത്യജീവനും ഒരു വിസ്മയമാണ്, ഒരു അതിശയമാണ്. കാരണം നോക്കിയേ, ആ നല്ല കള്ളൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, നമുക്കതെങ്ങനെ സാധിച്ചു? അല്ലേ? നമുക്ക് വിസ്മയം തോന്നുവാണ്. അവന് കിട്ടിയ സൗഭാഗ്യം, അവൻ എല്ലാ പാപത്തിൻ്റെ അടിമയായിരുന്നു. പക്ഷേ അവൻ്റെ ഒരൊറ്റ പ്രാർത്ഥന അവനുള്ളിലൊന്ന് അനുദപിച്ചു കഴിഞ്ഞപ്പോഴേ അവൻ നിത്യജീവന് യോഗ്യതയുള്ളവനായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതമാണ്, ഏറ്റവും വലിയ അതിശയം തന്നെയാണ്, ഏറ്റവും വലിയ സംഭവം തന്നെയാണ് നമ്മളെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്.
വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം 21:5 നമ്മളിങ്ങനെ വായിക്കുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ആ വചനം ഒന്ന് പറഞ്ഞേ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകളെല്ലാം ഉണ്ടല്ലോ, ഈ ദൈവകരുണയുടെ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷകൾ, വിശുദ്ധ ബലി അർപ്പണം, ജപമാല, പ്രാർത്ഥന, ധ്യാനങ്ങൾ എല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി. ആരെ നവീകരിക്കുന്നതിന് വേണ്ടി? നമ്മളെ തന്നെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ആത്മാക്കളെ വിശുദ്ധീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യത്തിലേക്കുള്ള ആത്മാക്കളെ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. അവരെ ദൈവം വീണ്ടും വീണ്ടും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സിംഹാസനത്തിനിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ട മുഴുവൻ ആത്മാക്കളെയും ദൈവം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. വെളിപാടിൻ്റെ പുസ്തകം 22:7 നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ വേഗം വരുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വേഗമാണെന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വേഗമാണെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, സത്യമാണ്. യുദ്ധമൊക്കെ അങ്ങ് തുടങ്ങിയിട്ട് അത് ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ വായിക്കണം. ഇതാ ഞാൻ വേഗം വരുന്നു, എന്നിട്ടോ എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. വേഗം വരുമ്പോൾ ദൈവം ഓരോരുത്തർക്കും സമ്മാനം കരുതിയാണ് വരുന്നത്. സമ്മാനവും കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും എങ്ങനെയാണ് സമ്മാനം നിശ്ചയിക്കുന്നത്? പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാൻ. ഇന്ന് നമുക്ക് അച്ഛൻ ഇവിടെ സമ്മാനം തന്നു, എല്ലാവർക്കും കിട്ടിയില്ല. പ്രവൃത്തിക്കനുസരിച്ചാണ് സമ്മാനം കിട്ടിയത്, അല്ലേ? പ്രവൃത്തിക്കനുസരിച്ചാണ് സമ്മാനം കിട്ടിയത്. അല്പസമയമൊക്കെ കണ്ടെത്തി തമ്പുരാൻ്റെ അടുത്ത് വന്നിരിക്കാൻ മനസ്സൊക്കെ കാണിച്ചവർക്ക് സമ്മാനം കിട്ടി. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ആയിത്തീരുന്നുണ്ടോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്ത്യവുമാണ്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഈ വർഷം പെസഹ വ്യാഴാഴ്ചയൊക്കെ ആഘോഷിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണേണ്ടത് ഇതാണ്: ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. വാനമേഘങ്ങളിൽ ഇറങ്ങി വരുന്ന തമ്പുരാൻ എല്ലാറ്റിനെയും നവീകരിച്ച്, എല്ലാറ്റിനെയും വിശുദ്ധീകരിച്ച്, ദൈവരാജ്യത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആത്മാക്കൾക്കുള്ള സമ്മാനമെല്ലാം ഒരുക്കി വെച്ച്, പ്രതിഫലമെല്ലാം ഒരുക്കി വെച്ച് വന്ന് വിളിക്കുന്ന, കൂട്ടിക്കൊണ്ടു പോകുന്ന, ദൈവത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ആ തമ്പുരാൻ്റെ മുഖമൊക്കെ നമ്മൾ കാണണം. വെളിപാടിൻ്റെ പുസ്തകം 22:4 നമ്മൾ കാണുകയാണ്. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. ആരാ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസർ അവിടുത്തെ ആരാധിക്കും. ആരാധിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവർ അവിടുത്തെ മുഖം ദർശിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വലിയൊരു പ്രതിഫലമാണ് എന്താണത്? ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള കൃപ. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും, അവർ അവിടുത്തെ മുഖം ദർശിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ചിന്തിച്ച് വെക്കരുത് കേട്ടോ. അവസാനം മരിച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊള്ളാം, എനിക്ക് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ പറ്റും എന്നൊന്നും അങ്ങനെ അങ്ങോട്ട് നമ്മളങ്ങ് ചിന്തിച്ചങ്ങ് വെക്കരുത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ട് ഒരു പരിചയമൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു എവിടെയും ചെന്ന് ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റുള്ളൂ, സ്വർഗത്തിലും പോയി ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കുറേയൊക്കെ ഒരു പരിധി വരെ എല്ലാത്തിനും ഭൗതികമായ കാര്യങ്ങൾക്ക്, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് ഒരു പരിധിയൊക്കെ കൽപ്പിച്ചിട്ട് നമ്മൾ ഒരല്പം വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. അല്ല, സമയം അതിനടുത്തിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. ഓക്കെ, ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടോ അവിടുത്തെ ദാസർ ആരാധിക്കും. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖദർശനമുണ്ടാകും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കൃപയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കും. രണ്ട്, അവരുടെ നെറ്റിത്തടത്തിൽ ആരുടെ പേരുണ്ടായിരിക്കും? ദൈവത്തിൻ്റെ നാമം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കും. വലത്തുകരം ഉയർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴുന്നു. നിത്യപ്രകാശമായ ആ നിത്യപ്രകാശത്തിൻ്റെ കൂടാരമായ സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാക്കളെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ പ്രകാശം അവരുടെ മേൽ വന്നു ഭവിക്കുകയാണ്. പ്രകാശിതരാകുക. ദൈവത്തോടൊപ്പം നമ്മളും ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കളും പ്രകാശിതരാകുകയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ, കളയും വിളയും അവസാനം വരെ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം വരെ ഈ കളയും വിളയും ഒന്നിച്ച് വളരും ഒരുപോലെ. ഏതാണ് കളയെന്നോ ഏതാണ് വിളയെന്നോ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ഒരുമിച്ച് വളരും. പക്ഷെ ഒരുവൻ അറിയാം ഏതാണ് കളയെന്ന് ഏതാണ് വിളയെന്ന്. ആർക്കറിയാം? തമ്പുരാൻ അറിയാം. അതുകൊണ്ട് വിളയെ ഭംഗിയായിട്ട് എവിടെ ശേഖരിക്കും? അറപ്പുരയിൽ ശേഖരിക്കും. കളയെ ഭംഗിയായിട്ട് പറിച്ചെടുത്ത് എന്തു ചെയ്യും? അഗ്നികുണ്ഡത്തിലിട്ട് ചുട്ട് എരിച്ച് കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കളയാകണമോ നമുക്ക് വിളയാകണമോ? വിളയാകണമെങ്കിൽ അതിപ്പോഴാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ദൈവത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. നിത്യജീവന് നമ്മൾ അവകാശികളാകുന്നു. ദൈവം നമ്മളെ പ്രത്യേകം പരിഗണിക്കുന്നു. ഇതാണ് വചനം പറയുന്നു, വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ആർക്കൊക്കെ ഉണ്ട് വെള്ള വസ്ത്രം? എനിക്ക് മാത്രമേ ഉള്ളൂ. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. നമ്മൾ ഈ മരിച്ചൊക്കെ കഴിയുമ്പം പലരും ഡെഡ് ബോഡിയിൽ അണിയിക്കുന്ന ഡ്രസ്സ് എന്താ? വെള്ള വസ്ത്രമാണ് പലരും. ചിലർ ഭയങ്കര ഡാർക്കായിട്ടുള്ളതും ഒക്കെ ധരിപ്പിക്കുന്ന കാണാം. എങ്കിലും ആ വെള്ള വസ്ത്രം ധരിപ്പിച്ച് ആ ബോഡി അവിടെ കിടത്തുമ്പോൾ അതിനകത്തൊരു ബൈബിൾ പരമായിട്ടുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിജയം വരിക്കുന്നവർക്ക് കൊടുക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെ എന്താ സഭ കൊടുത്തിരിക്കുന്നത്? എന്താ കൊടുത്തിരിക്കുന്നത്? വെള്ള വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. വെള്ള വസ്ത്രം കൊടുത്തിരിക്കുക. എന്നിട്ടോ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. ഹല്ലേലൂയ. പത്രോസ്ലീഹയോട് ചോദിക്കണം, എൻ്റെ പുസ്തകം ഒന്ന് കാണിച്ചു തരാമോ? ജീവൻ്റെ പുസ്തകം ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ പത്രോസ്ലീഹ ചോദിക്കും, എന്തിനാ നീ ഇപ്പം ജീവൻ്റെ പുസ്തകം കാണുന്നത്? അല്ല, എനിക്കൊന്ന് ഉറപ്പ് വരുത്താനാണെന്ന് പറയണം. എന്തുറപ്പ് വരുത്താനാണ്? എൻ്റെ പേര് അതിലുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്താനാണെന്ന് പറയണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ. വിജയം വരിക്കുന്നവന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ട് ജീവിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ആ പ്രകാശ വലയത്തിലേക്ക് എത്തിയിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുകയാണ്. വിജയം വരിക്കുന്നവർക്ക് വെള്ള വസ്ത്രം ധരിപ്പിക്കുകയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേര് ഒരിക്കലും മായാത്ത വിധം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, എഴുതപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ഹല്ലേലൂയ. കണ്ടോ? ഏറ്റുപറയും. ഈ ദൈവത്തെ ആരാധിച്ച് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് ദൈവത്തോടൊപ്പം ആനന്ദ ജീവിക്കുന്ന ആത്മാക്കളെ ദൈവത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കലും മറന്നു കളയല. ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആരുടെ മുൻപിലാ? പിതാവിൻ്റെ മുൻപിൽ, ദൂതന്മാരുടെ മുൻപിൽ പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ ദൈവത്തെ ദർശിച്ച് ആരാധിച്ചവരുടെ നാമം ഏറ്റുപറയും. ആമേൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആരാധനയ്ക്കൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കുന്നത്.
നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിലിരുന്ന് ആരാധിക്കുന്നവർ കാണേണ്ടത് സ്വർഗത്തിലിരുന്ന് ആരാധിക്കുന്ന ഒരനുഭവമാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം, പുത്രനായ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ, വിശുദ്ധ പിതാവ് ഈ ഭൂമിയിൽ വിളിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടന്ന കുറേ വിശുദ്ധര്, കുറേ മാലാഖമാര്, ഇവരുടെ എല്ലാം നടുക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായ വേറൊരു സംഭവം കൂടെ. അതെന്താണ്? ഈ പാവിയും ആ കൂടെ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ, ഈ പാവിയും ആ കൂടെ. ഈ ഗോതമ്പപ്പം വിശുദ്ധ കുർബാനയായി മാറി എന്ന് പറയുന്നത് പോലെ ആ വിശുദ്ധരുടെ ഗണത്തിനിടയിൽ ഈ പാവിയും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം പോലെ തന്നെയുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഒരു അത്ഭുതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അതുകൊണ്ട് ഇത് സംഭവിക്കില്ലാത്ത കാര്യമല്ല, സംഭവിക്കുന്ന കാര്യമാണ്, ഉറപ്പുള്ള കാര്യമാണ്. ആ ഉറപ്പാണ് നമുക്ക് നല്ല കള്ളം തരുന്നത്. നല്ല കള്ളം തരുന്നത് ഈ ഉറപ്പാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മീൻ കടയിൽ പോയി മീൻ മേടിക്കാൻ കുറച്ച് നേരം നിന്നാൽ ഒത്തിരി മീൻ കിടക്കുക. ഓരോ മീനിൻ്റെ വിലയൊക്കെ ചോദിച്ച് ഏതാണ് നല്ലതെന്നൊക്കെ നോക്കി, ഒന്നിനും തൊട്ടൊക്കെ നോക്കി, എല്ലാത്തിനെയും ഒന്ന് തൊട്ടുമൊക്കെ നോക്കി, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കി കുറേ നേരം ആ മീൻ കടയുടെ അടുത്ത് നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചു വരുമ്പം മീനിൻ്റെ മണമായിരിക്കും. മീൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ മീനിൻ്റെ മണം ഇഷ്ടമാണോ? ഇച്ചിരി മീനിൻ്റെ മണം കിട്ടണം. എപ്പോഴാണ്? ചോറുണ്ണുമ്പം ഇച്ചിരി മണം കിട്ടണം. പക്ഷേ വെറുതെ ചോറുണ്ണുമ്പോഴല്ലാതെ ഈ മണം വന്നാൽ നമുക്കാർക്കും ഇഷ്ടമല്ല. മീൻ വെട്ടി വൃത്തിയാക്കി കഴിയുമ്പോൾ എന്തേരം പരിശ്രമിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ആ മണമൊക്കെ കളയുന്നത്. അന്നേരം ഇഷ്ടമല്ല. പക്ഷെ ചോറുണ്ണുമ്പോൾ എന്ത് മണം വരണം? മീൻ മണം വരണം, എന്നാലേ ചോറ് ഇറങ്ങിപ്പോവുകയുള്ളൂ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, അല്ലെ ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്തേ. മദ്യപാനിയായ ഒരു വ്യക്തി മൂക്കറ്റം കുടിച്ചിട്ട് വൃത്തികെട്ട് നമ്മുടെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ ശ്വാസം അടിച്ചു കഴിയുമ്പോൾ നമുക്കും എന്തുണ്ടാകും? നമ്മളും മദ്യപിച്ചതുപോലെ, നമ്മളും അല്പം പൂസായതുപോലെ മണം വരും, നമ്മുടെ മേലും മണം വരും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തിനോടെങ്കിലുമുള്ള നമ്മുടെ സാന്നിധ്യം, എന്തിനോടെങ്കിലുമുള്ള നമ്മുടെ സാമീപ്യം, അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മളിലേക്ക് ആവഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഈശോയുടെ അടുത്തിരുന്ന് ആരാധിക്കുന്നവർക്ക് ആരുടെ മണം ഉണ്ടാകും? സ്വർഗത്തിൻ്റെ മണം ഉണ്ടാകും, ഈശോയുടെ മണം ഉണ്ടാകും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സുഗന്ധമുണ്ടാകും. കാരണം അവർ ഈ മീൻകടയിലിരിക്കുന്നത് പോലെ അവരാരുടെ കൂടെയാണ്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂടെയാണ്. അപ്പം സ്വർഗത്തിൻ്റെ സ്മെല്ല് അവരുടെ മേലുണ്ടാകും. നിങ്ങൾ ബസ്സിലൊക്കെ കയറുമ്പോൾ മറ്റുള്ളവർ പറയും, ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറയും, അല്ലേ? ഒരു സുഗന്ധാഭിഷേകം വരുന്നുണ്ടല്ലോ. അവർക്കറിയത്തില്ല ഈ ബസ്സിൽ കുറേ ക്രിസ്ത്യാനികളുണ്ടെന്ന്. അവർക്കറിയത്തില്ല ഇവിടുന്ന് ആരാധിച്ചിട്ട് പോകുന്ന മക്കളുടെ മേൽ ഈ സ്വർഗത്തിൻ്റെ അഭിഷേകമുണ്ടെന്ന്, സ്വർഗത്തിൻ്റെ സുഗന്ധാഭിഷേകമുണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മൾ ഓരോ ക്രിസ്ത്യാനും സുഗന്ധാഭിഷേകമുള്ളവരാണ്, സുഗന്ധപൂരിതരാണ്. അപ്പോൾ ഈ സുഗന്ധമാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ പരിമളമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞില്ലേ? വെറുതെ പറഞ്ഞതല്ല. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ഓരോ ക്രിസ്ത്യാനിയുടെ മേലും ക്രിസ്തുവിൻ്റെ മണമുണ്ട്, ക്രിസ്തുവിൻ്റെ സുഗന്ധമുണ്ട്, ക്രിസ്തുവിൻ്റെ അഭിഷേകമുണ്ട്, സ്വർഗത്തിൻ്റെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഈ സ്വർഗീയരുടെ കൂട്ടായ്മയിലായിരിക്കാനായിട്ട് സാധിച്ചാൽ നമ്മളൊക്കെ വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമകളായിത്തീരും. ദൈവത്തിൻ്റെ മാലാഖമാരോടൊപ്പം നമ്മൾ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 കർത്താവ് മോശയോട് അരുൾ ചെയ്തു, പറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ. ഈ പറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം എന്തിനാണ് ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചതെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? അവരെന്നെ ആരാധിക്കേണ്ടവരാണ്. അവർ ഈ ഭൂമിയിലും സ്വർഗത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. അവർ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ
പാപ തിന്മകളുടെയും ബന്ധനങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ മോചനം നേടിയ നമ്മളും ഈശോയെ ആരാധിക്കാനുള്ളവരാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ളതല്ല, ഈശോയെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഈശോയെ ആരാധിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. യഥാർത്ഥ ആരാധകരെ പിതാവ് സെലക്ട് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു. ഉണ്ടോ? പിതാവ് മാറ്റി നിർത്തുന്നു. സ്വർഗത്തിലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തുന്നു. ഇങ്ങനെ വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി വചനം പറയുകയാണ്, കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ അനുഗ്രഹം. സ്വർഗത്തിൻ്റെ വലിയ പ്രകാശത്തിലേക്ക്, ഉജ്ജ്വലമായ പ്രകാശത്തിലേക്ക് ആ ആത്മാവിനെ ദൈവം അങ്ങ് ചേർത്ത് വയ്ക്കുവാണ്. സ്വർഗത്തിൻ്റെ പ്രഭ കടന്നു വരുമ്പോൾ, പ്രകാശം കടന്നു വരുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള പ്രഭയും പ്രകാശവും ഒന്നും അല്ലത്. അതെല്ലാം അതിനപ്പുറത്താണ്. അതാണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മളിങ്ങനെ ആരാധനാ നിർഭരരായി ദൈവത്തിൽ ലയിച്ചു ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. അതുകൊണ്ടോ ഒരിക്കലും മനുഷ്യനെ വിട്ടുപിരിയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. ഈ ഭൂമിയിൽ വന്ന് രക്ഷാകര പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ട്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തിട്ട്, കുരിശിൽ മരിച്ചിട്ട് വീണ്ടും പൂർണ്ണമായിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് ഇനി എൻ്റെ മക്കളെല്ലാം സ്വർഗത്തിൽ എത്തിക്കോളുമെന്ന് ചിന്തിക്കാതെ മക്കളുടെ കൂടെ തന്നെ വസിക്കാൻ വേണ്ടിയിട്ട് ദൈവം സ്ഥാപിച്ചതാണ് ഈ പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ. അതാണ് ഒരിക്കലും മനുഷ്യനെ വിട്ടുപിരിയാൻ കഴിയാത്ത യേശുവിൻ്റെ സ്നേഹമാണ് വിശുദ്ധ കുർബാന എന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മളെ സഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ഒരു സ്നേഹം, ദിവ്യകാരുണ്യത്തെ വിട്ടുപിരിയാൻ പറ്റാത്ത, വിശുദ്ധ കുർബാനയെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലും വേണം. അതാണ് ഈശോ നമ്മളോട് പറയുന്നത്. നാം അനുഭവിച്ചിട്ടുള്ള സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ്. നാം കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ്. അത് വിശുദ്ധ കുർബാനയാണ്. അപ്പം ഈ മഹാസംഭവത്തിന് നമ്മൾ നാളെ മുഴുവൻ, ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച്, കർത്താവേ, ഞാൻ കണ്ടിരിക്കുന്നതും അനുഭവിച്ചിട്ടുള്ളതുമായ ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ മുൻപിൽ ഞാൻ നന്ദിയോടെ നിൽക്കുന്നു, സ്നേഹത്തോടെ നിൽക്കുന്നു, ആരാധനയോടെ നിൽക്കുന്നു. പലതരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. എല്ലാ മാനവ മക്കളെയും തങ്ങളോട് ചേർത്ത് പിടിക്കുന്നതും വിട്ടുപിരിയാത്തതും വേർപെടുത്താനാവാത്തതുമായ വലിയൊരു ബന്ധത്തിൻ്റെ അതിശക്തമായ ഒരനുഭവമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ഈ പെസഹ വ്യാഴാഴ്ചയൊക്കെ നമ്മൾ ഓർക്കുമ്പം നമ്മുടെ മനസ്സ് വിശാലമാകുന്നതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ. ഈ വിശുദ്ധ കുർബാനയുടെ സ്നേഹം എന്ന് പറയുന്നത്, ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്താത്തതാണ്, ആരെയും ഒഴിവാക്കാത്തതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് വരാം, എല്ലാവർക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാം. ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഒരിക്കലും മറക്കാനും മായ്ക്കാനും കഴിയാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നാണ് നമ്മൾ നാളെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്, ദൈവത്തിന് നന്ദി പറയാൻ പോകുന്നത്. അപ്പോഴാണ് ഈ വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി തരാൻ ജീവിതം മുഴുവൻ സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്, വൈദികരെ ഓർത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. വലത്തുകരം ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ.
ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ രഹസ്യമാണ്, എല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. വിശുദ്ധ കുർബാനയെക്കാളും മഹനീയമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. വലത്തേറ് ഉയർത്തി പറഞ്ഞേ, വിശുദ്ധ കുർബാന ഏറ്റവും വലിയ രഹസ്യമാണ്, വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. പറഞ്ഞേ, സ്നേഹത്തിൻ്റെ രഹസ്യമാണ്, വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്, സ്നേഹത്തിൻ്റെ രഹസ്യമാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയേക്കാൾ മഹനീയമായിട്ട് ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തിൽ ദൈവം ഒന്നും തന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നാളെ അപ്പമുണ്ടാക്കുന്നതിൻ്റെയും പാല് കാച്ചുന്നതിൻ്റെയും ഒക്കെ തിരക്ക് ഉണ്ടെങ്കിലും അതിനോടൊപ്പം എൻ്റെ മനസ്സും ഹൃദയവും എനിക്ക് വേണ്ടി അപ്പമായവൻ്റെ ഹൃദയത്തോട് ചേർത്തായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കുരിശിൽ ചുട്ടെടുത്ത അപ്പമായി തീർന്ന ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കുന്ന ഒരനുഭവമായിരിക്കണം എനിക്ക് പെസഹ. വലത്തുകരമുയർത്തി ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മളിനി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈശോയുടെ ആരാധന, ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ആരാധന സജീവമാകണം. ദിവികാരൻ്റെ പ്രദക്ഷിണം നടത്തി ആശീർവാദം തരിക എന്നൊക്കെ പറയുന്നത് ഒരു മഹാസംഭവം തന്നെയാണ്. അതൊക്കെ വളരെ സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കണം, വിശ്വാസത്തോടെ പങ്കെടുക്കണം, വലിയ അഭിഷേകത്തോടെ പങ്കെടുക്കണം.